ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന തിരക്ക് കണ്ടോ? ഇത് കോട്ടയം നാഗമ്പടം മൈതാനത്ത് മറൈൻ മിറാക്കിൾ എന്നുള്ള ഒരു മെഗാ ഷോ, ഒരു അക്വേറിയം മെഗാ ഷോ എന്ന് വേണം പറയാം. എന്നാ തിരക്കാണെന്നറിയോ? ഇന്ന് പ്രത്യേകിച്ച് അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം. 2 ദിവസമായല്ലോ പറഞ്ഞ തീയതിയിൽ നിന്ന്. ആദ്യം പറഞ്ഞ 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ ഡേറ്റ് പിന്നെയും മാറ്റി 22 അവസാനം അവർ ഡിസംബർ 28-നാണ് ഇന്നത്തെ ഷോ ആരംഭിച്ചേക്കുന്നത്. ഒരു മൈതാനം മുഴുവൻ അവരത് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നിരവധി ഗെയിമുകളും നിരവധി മത്സ്യങ്ങളും നിരവധി ജലകന്യകമാരുടെ ഷോ. അതാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം എന്ന് വേണമെങ്കിൽ പറയാം. ജലകന്യകമാർ 2-3 പേര്, ഫിലിപ്പീൻസ് എന്നുള്ള സുന്ദരികൾ 2-3 പേര് മാറി മാറിയാണ് ഈ ഷോയിലെ പ്രധാന ആകർഷണം. അത് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിൽ കൂടെ നേരെ കണ്ട ഒരു ഷാർക്കിൻ്റെ ഒരു വാ വിളിച്ചിരിക്കുന്ന വാതിൽ പോലെ തോന്നുന്നു. ഇതിലെ നേരെ അകത്തോട്ട് കയറിയ 120 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ഇവിടെ നേരെ അകത്തോട്ട് കയറിയാൽ പിന്നെ മായ കാഴ്ചകൾ തുടങ്ങിയായി. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ചാവക്കാട് ഒരു സ്ഥിരമായൊരു അക്വേറിയമുണ്ട്. ചാവക്കാട് ഒരു മറൈൻ അക്വ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ചാവക്കാടുണ്ട്. ഞാൻ അവിടെ പോയി ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ കോട്ടയത്ത് ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല ഇതിനു മുമ്പ്. ഇത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ 120 രൂപയെ അവർ വാങ്ങുന്നുള്ളൂ. പിന്നെ തൊട്ടടുത്തൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. 70 രൂപ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് കയറി. അതിൻ്റെ അകത്ത് ഫ്ലവറില്ല, ഒറ്റ ഫ്ലവർ ഷോ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, പൂക്കളില്ലാതെ. ഇത് കേട്ടോ, ഇത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നൊരു മുഖ്യ ആകർഷണമാണ്. കണ്ടാൽ നായ്ക്കളെ പോലെ ഓടി നടക്കുന്നത്. നമ്മൾ ദൂരം നോക്കിയാൽ ഓർക്കും നായ്ക്കുട്ടികളാണെന്ന് നോക്കും. പക്ഷേ അടുത്ത് വരുമ്പോഴാണ് ഇത് റോബോട്ടുകളാണ്. വളരെ ഭംഗിയായി തന്നെ അവരത് കൈകാര്യം ചെയ്യുന്നു. 2 പേര് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ശരിക്കും പേടി, നമുക്ക് പേടി തോന്നും. കാരണം നമ്മൾ അറിയാതെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന ഇത് ഈ മറ്റേ ഈ പക്ഷികളുടെ കൂടുകളാണ്. നമ്മളതിൽ നോക്കി നിൽക്കുമ്പോഴേ ഇതുങ്ങൾ ഓടി വരുന്നത്. നമ്മൾ ശരിക്കും നായ്ക്കൾ വരുന്ന പോലെ തന്നെ വരുന്ന ഈ ഒരു റോബോട്ട് ജസ്റ്റ് ഇത് ഒരു ലാപ്ടോപ്പ് പോലെ സംഭവം പിടിച്ച് നടക്കുന്നുള്ളതല്ലേ. പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നുമില്ല. ഞാൻ ആദ്യം ഓർത്തു ഇവരുടെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതുകൊണ്ടോ കുട്ടികളെ കണ്ട് വരുന്നതാണ്. അത് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണേ. അത് പ്രത്യേകിച്ച് പക്ഷേ ഭയങ്കര ഭംഗി തോന്നുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. കണ്ടോ, നായ്ക്കളെ പോലെ ചാടുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഭംഗി തോന്നും ശരിക്കും. ഞാൻ എൻ്റെ കാറ്റുവട്ടിലേക്ക് വരിക ഇത്. അതൊരു നമുക്ക് കൗതുകം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ഏതായാലും അതിൻ്റെ ഏറ്റവും പ്രവേശന കവാടത്തിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനോട് ചേർന്ന് ബേഡ്സിൻ്റെ വിവിധ പക്ഷികൾ, അതായത് ഇപ്പോൾ ഇത് തത്തയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാടൻ തത്തയല്ല, വെളിയിൽ നിന്ന് കൊണ്ടിരുന്ന തത്തകളാണ്. അതുപോലെ തന്നെ പലയിനം ഒട്ടകപ്പക്ഷി, അതുപോലെ തന്നെ പലയിനം മറ്റ് പ്രാവുകൾ, അതുപോലെ തന്നെ മറ്റ് പക്ഷികളെയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കയറി ചെല്ലുന്നിടത്ത് ഇതെല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ മുതലാണ് മത്സ്യങ്ങളുടെ അക്വേറിയം ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ നാടൻ മത്സ്യങ്ങളാണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന ഗൗര മീൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ ഷാർക്കുകൾ, സക്കർ, ചെറിയ നമ്മുടെ അക്വേറിയത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അക്വേറിയങ്ങളിൽ കാണുന്ന മീൻ മാത്രമേ ഉള്ളൂ. ഇത് ഏറെ ഭംഗിയായി തന്നെ പരിപാലിക്കുന്ന, ഏറെ നന്നായി തന്നെ അവരത് നോക്കുന്നു. ഇതൊരു ടണലാണ്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ടണലാണ്. നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. നല്ല രസം അത് കാണാൻ. പ്രത്യേകിച്ച് ഇതിൻ്റെ അകം മുഴുവൻ എയർ കൂളിംഗ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല. പകൽ വന്നാലും രാത്രി വന്നാലും നല്ല സുഖമായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കാൻ സാധിക്കുന്ന ഇത് കണ്ടില്ലേ. ചെറിയ മത്സ്യങ്ങളാണ്. ഈ ടണലിൽ കൂടെ നമുക്ക് തോന്നുമ്പോൾ വലിയ മത്സ്യങ്ങളുടെ ഒരു വലിപ്പം തോന്നിക്കും. വലിപ്പമില്ല, അധികം വലിപ്പമില്ല. ഏകദേശം 2 അടി 3 അടി നീളമൊക്കെ ഉള്ളൂ. ഇതിൽ കൂടെ നോക്കുമ്പോൾ വലിയ വലിപ്പമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഭംഗിയായി തന്നെ ഇത്രയും വലിയൊരു സംഭവമൊക്കെ ഇത് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടുതലും ഹിന്ദിക്കാരും പിന്നെ അതുപോലെ തമിഴന്മാരുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. മലയാളികളും ഉണ്ട് ജോലിക്കാർ.
ഈ ഒരു സംഭവം മാത്രമല്ല, ഇതിനോട് ചേർന്ന് ഒരുപാട് വ്യാപാര സമുച്ചയങ്ങൾ, ഒരുപാട് ഈ ക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, അങ്ങനെ ഒരു സംഭവം കൂടി ഇവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികൾക്കൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവരെ റൈഡുകളുണ്ട്. നമ്മുടെ വികാനനിലൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് റൈഡുകൾ ഇവിടെ ഇതിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മത്സ്യങ്ങളുടെ ഒരു മൊത്തം ഒന്ന് കണ്ട് നമുക്ക് മടങ്ങി വരാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മേളയിലെ മുഖ്യ ആകർഷണം ഇതുതന്നെയാണ്. ഫിലിപ്പീൻസിൽ നിന്നുള്ള സുന്ദരികളായിട്ടുള്ള മത്സ്യകന്യകകളുടെ വേഷമണിഞ്ഞ ഇതൊരു വലിയൊരു വാട്ടർ കണ്ടെയ്നറാണ്. ഇതിനകത്ത് നിന്ന് കുട്ടികളെ അവരെ അഭിസംബോധന ചെയ്യുന്നു. ഒരു 10 മിനിറ്റോളം ഒരു ഓക്സിജൻ മാസ്ക് പോലും കൊടുത്തിട്ടില്ല. അവരല്ലാതെ ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് നീന്തി കളിച്ച് അവർ വായു എടുക്കാനായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മുകളിലേക്ക് പോകും. അവർക്ക് പ്രൊഫഷണലി അവർ നീന്തി പഠിച്ചവരാണ്. ഏതായാലും മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഭംഗിയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഒരു ജീവിതം വെച്ച് അവർ കളിക്കുന്ന ഇത് ശരിക്കും നമ്മളെ ഒത്തിരി അതിശയിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മളവിടെ പോയി നിന്നാൽ നമുക്ക് അതിൻ്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഭംഗി തോന്നുന്നു. കാരണം അവരുടെ ഒരു ടെയിലൊക്കെ കണ്ടില്ല, എല്ലാവരും അവർക്ക് അവിടെ നിന്ന് കാണാം. അവരോട് ഈ ഒരാൾ അതായത് ഇപ്പോൾ 1 മണിക്കൂർ ഇയാൾ നിന്ന് അടുത്തയാൾ ഇറങ്ങുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ 3-4 പേരുണ്ട് ഒരു ദിവസം തന്നെ. ഒരാളെ കൊണ്ട് ഇത്രയും ഇതൊരു ഓക്സിജൻ മാസ്ക് പോലും ഇല്ലാതെ എത്ര നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നത് നോക്കിയാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുകളിലൊക്കെ ചിലപ്പോൾ ഒരു സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം അത് മേളിലോട്ട് പോകും, വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പം താന്ന് വരും. ഈ ഒന്നാമത് തണുപ്പല്ലേ, വെള്ളത്തിൽ ഇത്ര നേരം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും വളരെ നമ്മളതിന് ഹാറ്റ്സ് ഓഫ്, അവർക്കൊരു കയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. തീർച്ചയായും ഒരു മനുഷ്യ ജീവിതമല്ലേ, നമ്മളതിനെ മാനിക്കണമല്ലോ. ഒത്തിരി പേര് ഇത് കാണാൻ വരുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ വന്ന ദിവസം തന്നെ നല്ല ക്രൗഡുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളുമായി പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയല്ലേ. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെ പോയി നിന്നാൽ നമുക്ക് ഒത്തിരി പേരെ ആകർഷിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ ഇതാണ് കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയ. ഇവിടെ ഒരുപാട് റൈഡുകൾ, പക്ഷേ ഇതിനൊക്കെ എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. നമ്മൾ 120 ഫ്രണ്ടിൽ എൻട്രി ഫീസ് മാത്രമാണ്. ഇതിലൊക്കെ കയറണമെങ്കിൽ അതിൻ്റേതായ പാസുകൾ ഓരോരുത്തർ ക്രമീകരിച്ചിട്ടുണ്ട്. 100 രൂപ, 50 രൂപ തുടങ്ങിയ കുട്ടികളുടെ ചെറിയ തൊട്ടിലിനൊക്കെ 50 രൂപയ്ക്ക് പറ്റുള്ളൂ. 100 രൂപയുടെ ഉണ്ട്. ഇതാണത് കുട്ടികൾക്കായിട്ടുള്ള പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും. അതുപോലെ ഫുഡ് കോർട്ടുകളുണ്ട്, ഐസ്ക്രീം സ്റ്റാളുകളുണ്ട്. തീർച്ചയായിട്ടും വേറിട്ട അനുഭവം തന്നെയാണ്. ഈവനിങ് 2 മണിക്കൂർ പോകുന്ന അറിയില്ല അതിൻ്റെ അകത്ത് നിന്നാൽ.